എങ്ങനെ ജീവിക്കുന്നു തിലമേൽ കൈതോട്ട്? പറഞ്ഞതുപോലെ തന്നെ വളരെ ദുഃഖത്തോടും പിന്നെ നമ്മുടെ ഈ നിയമം, അതാണ് ഞാൻ ഈ പറയുന്നതിന്റെ മെയിൻ ഉദ്ദേശം. നമ്മുടെ നിയമം, ഞാനിപ്പോ 5 വർഷമായി എന്റെ മോള് നഷ്ടപ്പെട്ടിട്ടും ഈ വിസ്മയുടെ മരണം അത് ശരിക്കും ഒരുപാട് ആൾക്കാർ കേരളത്തിൽ ചർച്ച ചെയ്തൊരു സംഭവമാണ്. അന്ന് അങ്ങയുടെ വീട്ടിലൊക്കെ ഞാൻ വന്നതൊക്കെ ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. അപ്പം ശരിക്കും ഇന്ന് അങ്ങ് ആലോചിക്കുമ്പം പ്രകടമായിട്ട് എവിടെയാ ഒരു പിതാവ് എന്നുള്ളതിലെ അങ്ങേക്ക് പാളിപ്പോയത്? ഞാൻ ശ്രീധനം കൊടുത്തു. അതാണ് ഞാൻ ചെയ്ത തെറ്റ്. പിന്നെ ബാക്കിയുള്ള അന്വേഷണം കേസുമായിട്ട് പ്രധാനമായിട്ട് ഒരു സ്ത്രീധന പ്രശ്നമാണോ വിസ്മയുടെ മരണത്തിലേക്ക് നയിച്ചത്? തീർച്ചയായിട്ടും ഞാൻ കൊടുത്ത കാറിനെ ചൊല്ലിയാണ് ഈ ഒരു വിഷയം ഉണ്ടായത്. കാറ് അയാൾ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥനായിരുന്നു കിരൺ. ഈ വിസ്മയെ എപ്പോഴെങ്കിലും അങ്ങയോട് പറഞ്ഞു? കാരണം പലപ്പോഴും ഈ കുട്ടികള് വീട്ടിൽ അറിയിക്കത്തില്ല, അവരെന്തിനാ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് എന്റെ തലയിലെടുത്തെന്നുള്ള നിലയിൽ അവര് പലപ്പോഴും അങ്ങ് അടക്കുകയാണ് പതിവ്. അല്ല, വിസ്മയെ പറഞ്ഞിരുന്നു? അങ്ങനെയല്ല. അതിന്റെ ഒരു സംഭവം എന്ന് പറയുന്നത്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ എന്റെ മോളെ വീട്ടിൽ വിളിച്ചു കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയായിരുന്നു. അപ്പൊ ഇത് ഉണ്ടാവുന്നു, ഇങ്ങനെ രാത്രി ഒരു വിഷയങ്ങളുണ്ട്, വണ്ടി പോരാ അത് പോരാന്നൊക്കെ പറഞ്ഞ് ശാരീരികമായിട്ടൊക്കെ ഉപദ്രവിക്കുന്ന അമ്മയുമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ അമ്മ എന്നെയും മോനെയും ഒഴിവാക്കി നിർത്തിയിരുന്നു. അതിലുള്ള തെറ്റാണ്. ഇല്ല, ഗൾഫിലല്ല, ഞാൻ നാട്ടിലുണ്ടായിരുന്നു. പക്ഷെ ഇത് പറഞ്ഞിട്ടില്ല, എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ ഒരു ദിവസം ഞാനിങ്ങനെ മോളെ വിളിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ പറഞ്ഞു, അച്ഛാ എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ല, എനിക്ക് എന്നെ കൊണ്ടുപോകണം, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ ഒരു പിതാവ് എന്നുള്ള നിലയിൽ ഞാൻ പറഞ്ഞു, മക്കളെ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ക്ഷമിക്കുക, സഹിക്കുക, നമ്മൾ നിൽക്കുക. ഞാൻ അതിനെപ്പറ്റി അങ്ങനെ പറഞ്ഞു, ഇനി പറ്റത്തില്ല. അപ്പം പറഞ്ഞു, മക്കളെ ഞാൻ അങ്ങ് വരാം, ഞാൻ വന്ന് അവനോട്ട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഒരു 3/4 മണിക്കൂർ കൊണ്ട് ഞാൻ ആ വീട്ടിലെത്തുന്നു. വയ്ക്കുമ്പോഴത്തേക്ക് അവൻ്റെ അച്ഛനും അമ്മയും വന്ന് എൻ്റെ വളരെ ക്ഷമയോടുകൂടി പറയണം, ഇനി മേലാൽ അങ്ങനെ ഉണ്ടാവില്ല ക്രമനേരം, ഒരു കാണാൻ പറ്റിപ്പോയി, അത് ഞങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു, അവരിങ്ങനെ റോഡിൽ വെച്ചോ എന്തോ വിഷയങ്ങൾ വന്നു, അവൻ തുണിയെടുക്കാൻ പോയ സമയത്താണ് അങ്ങനെ വിഷയങ്ങൾ വന്നു എന്ന് പറഞ്ഞതിന് ശേഷം അപ്പോൾ അവിടുന്ന് നോക്കിയപ്പോൾ ഒരു അച്ഛനും അമ്മയും ഞാൻ കണ്ടത് ആ അവരിലാണ് ഞാൻ കാണുന്നത്. ഇത് വിഷയം നടന്നതിന് ശേഷം ഒരു 3 മാസത്തോളം, ഈ 3 മാസം എന്റെ മോന്റെ വിവാഹം നടന്നു. അപ്പോഴൊക്കെ ഞാൻ അവിടെ പോകുന്നു, വിളിക്കുന്നു, അവരാരും വന്നതുമില്ല. എന്റെ മോന്റെ കല്യാണത്തിന് പോലെ. അപ്പൊ ഞങ്ങൾ ഡൈവോഴ്സിലേക്കുള്ള നിയമപരമായിട്ട് ഞാൻ അവിടെ വക്കീലിനെ കാണുകയും സംസാരിക്കുകയും ഏതാണ്ട് ഈ വക്കീലുമായിട്ട് സംസാരിക്കുന്നതിന്റെ 7 ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മൾ ചർച്ചയ്ക്കാണ് വെച്ചത്.